ഇന്നലെ ചോറ്റാനിക്കരയിൽ അന്തരിച്ച കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ 8:30-ക്ക് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തും. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വീണ് കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തെ ഇന്നലെ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് നവാസ് ചോറ്റാനിക്കരയിലെത്തിയത്. വെള്ളിയാഴ്ച നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. സമീപകാലത്ത് ഇറങ്ങി വലിയൊരു അഭിപ്രായം കിട്ടിയ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നൊരു സിനിമയുണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു അദ്ദേഹത്തിന് സമീപകാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം കിട്ടിയത്. അങ്ങനെ പിന്നീട് തുടർച്ചയായ ഒരു സിനിമാ രംഗത്തേക്ക് മെല്ലെ ഒരു രണ്ടാം വരവ് എന്നൊക്കെ പറയുന്ന നിലയിലേക്കായിരുന്നു നവാസ് വന്നിരുന്നത് എന്നുള്ളതാണ് ഈ സിനിമാ പ്രവർത്തകരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയിൽ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. PG സൂചിപ്പിച്ച പോലെ രാവിലെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത് അവിടെയാണ്. ഒരു ഹൃദയാഘാതത്തെ തുടർന്നുള്ള ഒരു മരണം എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. എന്നാലും ഒരു ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ അവശനായി കാണുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്റ്മോർട്ടം. എന്തായാലും പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ പൂർത്തിയാകുമ്പോഴേക്കും ഒരു ഉച്ചയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ ആലുവ ചൂണ്ടിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഞാനുള്ളത് വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടുത്ത ചില കുടുംബാംഗങ്ങളും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിൽ വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.